പോകുവീൻ, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് അരുളി ചെയ്ത നമ്മുടെ ആത്മനാഥനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ അഭിവാദനങ്ങൾ എല്ലാ വിശുദ്ധന്മാർക്കും ഈ സമയത്ത് ഞാൻ നേരുന്നു. തൻ്റെ ഏകജാതനെ നമുക്കൊക്കെ വേണ്ടി ക്രൂശിൽ തകർത്ത് കളയുവാൻ നമ്മിൽ പ്രസാദിച്ച പിതാവായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. പിന്നെയും നമുക്ക് തിരുവെഴുത്തുകളെ വിചിന്തനം ചെയ്യുവാൻ തിരുസന്നിധിയിലേക്ക് വരേണ്ടതിന് അവസരം കർത്താവ് നൽകിയല്ലോ. അതോർത്ത് കർത്താവിനെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മധ്യേ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്തും അവരോട് സഹകരിച്ച നിങ്ങൾ ഓരോരുത്തരെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളോടും അവരോടുമുള്ള കൃതജ്ഞതയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമുക്ക് നിരന്തരം തുടർമാനമായി നമ്മുടെ വിഷയത്തിൽ പഠനം ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ കഴിയാതെ പോകുന്നു എന്നതിൽ ഞാൻ ഖേദിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും ചില ദിവസങ്ങളുടെ ചെറിയൊരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ആ ദിവസങ്ങളിലും കൂടെ നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം ദൈവത്തിന്റെ വചനം നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പോയ സ്ഥലത്ത്, ഇന്നലെയും മിനിയാന്നും ഞങ്ങളായിരുന്ന സ്ഥലത്ത് ഞാനും കർത്താവ് ഞങ്ങൾക്ക് തന്ന മൂത്ത മകനും കൂടെ പോയത്. തിരിച്ച് ഞങ്ങൾ ഇന്ന് വരുന്ന വഴിക്ക് ഞാൻ മോനോട് ചോദിച്ചു, നിന്റെ ഈ യാത്രയെപ്പറ്റി എന്ത് പറയുന്നു? നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനം ഉണ്ടായോ? പല കാര്യങ്ങൾ 1, 2, 3 എന്നിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. പറഞ്ഞു, പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സാധ്യതകളെ തിരിച്ചറിയാൻ, ദൈവത്തോട് നന്ദി പറയാനും ഈ യാത്ര എന്നെ സഹായിച്ചു. ഒന്ന്, അവരുടെ സാമൂഹിക നിലയും ഒക്കെ ഉണ്ട്. അതല്ല ഇപ്പോൾ ഈ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഒന്നുകൂടെ എടുത്തു പറ. അപ്പൊ പറഞ്ഞു, നമുക്ക് ദിവസവും ചിലപ്പോൾ ഒരു ദിവസം ഒന്നിലധികം പ്രാവശ്യം ദൈവത്തിന്റെ വചനം കേൾക്കാനും പഠിക്കാനും ദൈവം അവസരം തരുന്നു. ആവർത്തിക്കട്ടെ, നമുക്ക് ദൈവവചനം കൂലങ്കഷമായി പഠിക്കാൻ എല്ലാ ദിവസവും, ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഒന്നിലധികം പ്രാവശ്യം അവസരമുണ്ട്. പക്ഷേ ഈ ജനത അല്ലെങ്കിൽ ഇവരെ പോലെയുള്ളവർക്ക് ഈ കഴിഞ്ഞ 40 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുന്നത്. നമ്മൾ ഈ അവസരങ്ങളെയൊക്കെ വിലയേറിയതായിട്ട് കാണാറുണ്ടോ? സ്തോത്രം. പ്രൈസ് ഗോഡ്. ആദ്യമായിട്ടാണ്. 40 വർഷമായി സ്നാനപ്പെട്ട് വിശ്വാസികളായിരിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവവചനം കേൾക്കാനോ പഠിക്കാനോ ഉള്ള അവസരം അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒന്ന് തട്ടിച്ചു നോക്കിക്കേ, നമുക്കോ? സ്തോത്രം. നമ്മൾ അമിതമായി ഭക്ഷിച്ചുവോ, അമിതമായി നമുക്ക് ലഭിച്ചുവോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. സ്തോത്രം. പക്ഷേ അതിൻ്റെ വില നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്കതിൻ്റെ മൂല്യം അറിഞ്ഞുകൂടാ. സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്കായി ദൈവത്തിന് മഹത്വം. അത് നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ.
സ്തോത്രം. നമുക്ക് വേഗത്തിൽ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ട് സഭ മഹാപീഡനത്തിലൂടെ പോകില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു? ആദ്യ സമയങ്ങളിൽ പോകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമായിരുന്നു നമ്മുടേത്. ഇപ്പോൾ ദൈവസഭ എന്തുകൊണ്ട് മഹോപദ്രവം തെറ്റിയൊഴിയും? Why there is an escape from the great tribulation for the church of God? ദൈവത്തിന്റെ സഭയ്ക്ക് എന്തുകൊണ്ട് ഒഴികഴിവുണ്ട് ഈ സംഭവിപ്പാനുള്ള സകലത്തിൽ നിന്നും? അതിനുള്ള കാരണങ്ങൾ എന്ത്? അതേപ്പറ്റിയാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 14-ാമത്തെ സംഗതിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ, 14-ാമത്തെ. അതിൽ മഹോപദ്രവവാദികൾ ഉന്നയിക്കുന്ന വാദങ്ങളെ നമ്മൾ നിഷ്പക്ഷതയോടെ ദൈവവചന വെളിച്ചത്തിൽ പഠിക്കാനും ആ ദൈവവചന വെളിച്ചത്തിൽ ഒരു തീരുമാനത്തിലെത്തുവാനുമാണ് നാം ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി 14-ാമത്തെ വിഷയം നമ്മൾ ചിന്തിച്ചു. എന്നാൽ അതെല്ലാവർക്കും വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ലെന്നാണ് അന്നത്തെ ക്ലാസിന്റെ ഒടുവിൽ നിങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണം. കാരണം ചോദിച്ചിട്ട് മനസ്സിലായെന്നും ഇല്ലെന്നും പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലായിരുന്നു. പിന്നെ ചിലർ പ്രതികരിച്ചു, സംവാട്ട് വി അണ്ടർസ്റ്റുഡ്, ഏകദേശമൊക്കെ ഏതാണ്ടൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടി. അതുകൊണ്ട് ആ ഭാഗങ്ങളെ ഒന്നും കൂടെ ഒന്ന് ക്രോഡീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 14-ാമത്തെ ഭാഗം നമ്മൾ കണ്ടത് തെസലോനിക്യ സഭയ്ക്ക് പൗലോസ് എഴുതിയ 2-ാമത്തെ ലേഖനത്തിന്റെ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്, വിശേഷിച്ച് 3-ാമത്തെ വാക്യം. അവിടെ തെസലോനിക്യ സഭ നേരിട്ട 2 പ്രധാന പ്രശ്നങ്ങളെ കുറിച്ച്, ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതിൽ ഒരു വിഷയത്തെക്കുറിച്ചാണ് 1-ാം ലേഖനത്തിൽ പൗലോസ് പ്രതിപാദിച്ചത്. 2-ാമത്തെ വിഷയത്തെക്കുറിച്ച് 2-ാം ലേഖനത്തിൽ. കൂടെ വരുന്നുണ്ടല്ലോ എല്ലാവരും? അതിൽ 1-ാമത്തെ ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന തെസലോനിക്യ സഭയുടെ വിഷയം, അവരുടെ കൺസേൺ, അവരുടെ ചിന്താകുലം, അവരുടെ ആശങ്ക എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വരവ് ഇതുവരെ സംഭവിച്ചില്ല. എന്നാൽ യേശു വരുമെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവരുടെ അവസ്ഥ എന്താകും? അയ്യോ, മരിച്ചവർക്ക് രക്ഷയില്ലല്ലോ എന്ന ആശങ്ക അവരെ വ്യാകുലപ്പെടുത്തി. എന്നാൽ പൗലോസ് അതിന് മറുപടി കൊടുത്തതാണ് 1 തെസലോനിക്കർ 4:13 മുതൽക്കുള്ള വാക്യങ്ങൾ. നമുക്കത് മനഃപാഠമാണ്, കണ്ടു കഴിഞ്ഞു. അത് ഇപ്പോൾ നമ്മുടെ വിഷയമല്ല. 2-ാമത്തെ വിഷയമായിരുന്നു 2-ാം ലേഖനത്തിലുള്ളത്. അതും യേശുവിന്റെ വരവുമായി ബന്ധപ്പെട്ടത് തന്നെ. അവിടെ പൗലോസ് പ്രതിപാദിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച്. തെസലോനിക്യ സഭയ്ക്ക് ഉണ്ടായിരുന്ന 2-ാമത്തെ കൺസേൺ, അവരുടെ 2-ാമത്തെ വിഷയം എന്താണ്? യേശുവിന്റെ പ്രത്യക്ഷത, യേശുവുമായുള്ള നമ്മുടെ സമാഗമനം അഥവാ കൂടിക്കാഴ്ച, ഒരുമിച്ച് കണ്ടുമുട്ടൽ. പിന്നെ മറ്റൊന്ന്, കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു എന്ന ഒരു ആശങ്ക.
അപ്പോൾ അവരുടെ രണ്ടാമത്തെ പ്രശ്നമായിരുന്നു ക്രിസ്തുവിന്റെ വരവ്, സഭയുടെ എടുക്കപ്പെടിയിൽ. സ്തോത്രം. കർത്താവിന്റെ നാളിന്റെ തുടക്കം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിരുന്നല്ലോ. രണ്ടാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. മൂന്നാമത്തെ വാക്യവും കൂടെ. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവിടെയാണ് ആ മൂന്നാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗമാണ് സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകും എന്ന് വാദിക്കുന്നവർ അവരുടെ വാദത്തെ സ്ഥാപിക്കുവാൻ എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. ആദ്യമേ എന്ത് സംഭവിക്കണം? വിശ്വാസത്യാഗവും അധർമ്മമൂർത്തിയുടെ വെളിപ്പാടും സംഭവിക്കണം. അധർമ്മമൂർത്തി എന്ന് പറയുന്നത് എതിർ ക്രിസ്തു. അധർമ്മമൂർത്തി. അതുകൊണ്ട് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഞാൻ അവിടെ അധർമ്മമൂർത്തി എന്നതിന് പകരം എതിർ ക്രിസ്തു എന്ന് ഉപയോഗിക്കുന്നു. ബൈബിളിൽ അന്തിക്രിസ്തു എന്നാണ് കാണുന്നത്. നമ്മളത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആന്റി ക്രൈസ്റ്റിനെ തർജ്ജമ ചെയ്തപ്പോൾ ആന്റിയെ അന്തി എന്നാക്കിയെന്നേ ഉള്ളൂ. അത് തർജ്ജമയിലെ ഒരു പെശകാണ്. ആന്റി ക്രൈസ്റ്റ് എന്നുള്ളതിനെ അന്തിക്രിസ്തു എന്നങ്ങാക്കി. ശരിയായ അർത്ഥം ആന്റി എന്നതിൻ്റെത് എതിരാളി എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ എതിർ ക്രിസ്തു എന്ന് പറയുവാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അധർമ്മമൂർത്തി എന്നിവിടെ പറയുന്നത് എതിർ ക്രിസ്തുവിനെ കുറിച്ച്. എതിർ ക്രിസ്തുവെന്നോ കള്ളക്രിസ്തുവെന്നോ നമുക്ക് പറയാം. എതിർ ക്രിസ്തുവെന്നോ കള്ളക്രിസ്തുവെന്നോ പറയാം. അപ്പോൾ ഇവിടെ മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആദ്യമേ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന് വിശ്വാസത്യാഗം, 2 എതിർ ക്രിസ്തു വെളിപ്പെടണം. അതായത് എതിർ ക്രിസ്തു വരണം. വിശ്വാസത്യാഗവും സംഭവിക്കണം. ആദ്യം സംഭവിക്കേണ്ടതാണിത്. എന്ന് പറഞ്ഞാൽ മുമ്പേ സംഭവിക്കേണ്ടത്. എന്തിനു മുമ്പേ സംഭവിക്കേണ്ടതെന്നാണ് നമ്മൾ കണ്ടത്? കർത്താവിന്റെ നാളിന് മുമ്പേ. കർത്താവിന്റെ നാളിന് മുമ്പേ. കർത്താവിന്റെ നാളിന് മുമ്പേ. എന്തിനു മുമ്പേ അല്ല? കർത്താവ് സഭയെ ചേർക്കാൻ വരുന്നതിന് മുമ്പല്ല. ആ അധ്യായം ബിഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. ആ അധ്യായത്തിന്റെ ഭാഷയിൽ തന്നെ പറയണം എന്തിനു മുമ്പേ അല്ല എന്ന്. യാ സോഫി. Before the coming of the Lord. Half mark. The day of the Lord is not before the coming of the Lord. Here 2 things are to be happen first. നമ്മുടെ സമാഗമനവും yes, yeah. So 2 things are to be occurred
or happen first. That means before something, two things to be happen. And those two things are apostasy, falling away from the true faith. And second one, the revelation or the appearance or the coming of the Antichrist. ആദ്യമേ സംഭവിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, മുമ്പേ സംഭവിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, വിശ്വാസത്യാഗവും എതിർ ക്രിസ്തുവിന്റെ വരവും. എന്നാൽ എന്തിനു മുമ്പേ ഇത് രണ്ടും സംഭവിക്കണം? Before what these two things to be happen? Before the day of the Lord. Before the day of the Lord. കർത്താവിന്റെ നാൾ വരുന്നതിന് മുമ്പേ ഇത് രണ്ടും സംഭവിക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത ചോദ്യം. പക്ഷേ എന്തിനു മുമ്പേ അല്ല വിശ്വാസത്യാഗവും എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാടും സംഭവിക്കേണ്ടത്? It is not before the coming of our Lord Jesus and the gathering of the saints to him. Yes. എന്തിനു മുമ്പല്ല? കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കും. കർത്താവിന്റെ എന്നവിടെ പറയുന്നത് ഒന്നാം വാക്യം ഒന്നും കൂടെ വായിച്ചോളൂ. യേശുക്രിസ്തുവിൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കും യേശുക്രിസ്തു അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനത്തിനും മുമ്പല്ല. ഇവിടെയാണ് സംശയം. ഈ സംശയ നിവാരണം വരുത്തി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. മഹോപദ്രവവാദികളുടെ വാദം അവിടെ അവസാനിക്കും. മലയാളത്തിൽ മൂന്നാം വാക്യത്തിൽ നമുക്ക് വേണ്ടത്ര മനസ്സിലാകില്ല എന്തിനു മുമ്പെയാണ് ഇത് സംഭവിക്കേണ്ടതെന്ന്. എന്നാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷിലും ഹിന്ദിയിലും നോക്കിക്കണ്ടു. അവിടെ മൂന്നാം വാക്യത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്, ദാറ്റ് ഡേ വിൽ നോട്ട് കം. കർത്താവിന്റെ നാൾ ഈ രണ്ട് സംഭവങ്ങൾക്ക് മുമ്പേ വരികയില്ലെന്ന് നമുക്ക് മലയാളം ഒഴികെയുള്ള ഭാഷകളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും അങ്ങനെയാണ്. മറ്റ് ഭാഷകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന മനസ്സിലാകുന്ന ഈ രണ്ട് ഭാഷകളിൽ ഞാൻ നോക്കി. മറാഠിയിലോ ഗുജറാത്തിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ ഉപകാരമാണ്. തമിഴിലോ തെലുങ്കിലോ ഒക്കെ. കർത്താവിന്റെ നാൾ വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അതിനും ആദ്യമായിട്ട് വിശ്വാസത്യാഗവും എതിർ ക്രിസ്തുവിന്റെ അധർമ്മമൂർത്തിയുടെ വെളിപ്പാടും ഉണ്ടാകണം. വെളിപ്പാടെന്ന് പറഞ്ഞാൽ വരിക എന്നർത്ഥമാകട്ടോ, അല്ലാതെ കണ്ണടച്ചിരിക്കുമ്പോൾ കാണുന്ന വെളിപ്പാടല്ല ഇവിടുത്തെ വെളിപ്പാട്. കമ്മിങ് ഓഫ് ആന്റിക്രൈസ്റ്റ് എന്നുള്ളതിന്റെ അർത്ഥം എതിർ ക്രിസ്തുവിന്റെ വരവ്. എതിർ ക്രിസ്തു ഭൂമിയിൽ അവൻ വെളിപ്പെട്ടു വരിക എന്നർത്ഥമേ അവിടെയുള്ളൂ. അല്ലാതെ ആത്മീയ ഭാഷയിലെ വെളിപ്പാട് അവിടെ എടുക്കണ്ട, സാധാരണ അർത്ഥത്തിൽ എടുത്താൽ മതി. ഓർക്കുക, ആവർത്തിക്കട്ടെ, ഏറ്റവും ആദ്യം സംഭവിക്കേണ്ടത് വിശ്വാസത്യാഗവും എതിർ ക്രിസ്തു വെളിപ്പെടുകയുമാണ്. പക്ഷെ എന്തിനു മുമ്പാണത് സംഭവിക്കേണ്ടത്? കർത്താവിന്റെ നാളിന് മുമ്പ്. എന്തിനു മുമ്പല്ല
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ ചേർക്കപ്പെടൽ സമാഗമനത്തിനും മുമ്പല്ല. തീർച്ചയായും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കും നമ്മൾ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചേർക്കപ്പെടുന്നതിന് മുൻപാണ് വിശ്വാസത്യാഗവും എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാടും സംഭവിക്കുന്നതെങ്കിൽ മഹോപദ്രവവാദികൾ പറയുന്നത് 100% ശരി. സഭയ്ക്ക് മഹാപീഡനത്തിലൂടെ പോകേണ്ടതായിട്ട് വരും. എന്നാൽ കർത്താവിന്റെ നാൾ അതിനു മുമ്പാണിത് സംഭവിക്കേണ്ടതെങ്കിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കും നമ്മൾ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടുന്നതിനും മുമ്പല്ല എങ്കിൽ സഭ മഹാപീഡനകാലത്തിന് മുമ്പേ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളപ്പെടും, എടുത്തുകൊള്ളപ്പെടും. സ്തോത്രം. ചേർത്തുകൊള്ളപ്പെടും. മാസ്റ്റർ, ഇതിന്റെ ഓർഡർ ഒന്ന് തിരിച്ചു പറഞ്ഞാൽ എളുപ്പമാവുമല്ലോ. നമ്മുടെ ഉയർപ്പ് ചേർപ്പ് ഒന്നാമത്, പിന്നെ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, പിന്നീട് കർത്താവിന്റെ നാൾ. തീർച്ചയായിട്ടും. അതിന്റെ നമുക്ക് മനസ്സിലാകുന്ന രീതിയാണത്. ഏറ്റവും സരളമായ രീതിയാണ്. യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നു. അതാണ് 1 തെസലോനിക്കർ 4:16 പൗലോസ് പറഞ്ഞത്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നു. അതാണ് 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്നു, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്നു. ഒരുമിച്ച് ആകാശത്തിൽ നമ്മുടെ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. നമ്മുടെ സമാഗമനം എവിടെ വെച്ചാണ് നടക്കുന്നത്? യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള കൂടിക്കാഴ്ച എവിടെ വെച്ചാണ് നടക്കുന്നത്? In the clouds. മധ്യാകാശത്തിൽ. മധ്യാകാശത്തിൽ, ഇൻ ദ ക്ലൗഡ്സ് അഥവാ മേഘങ്ങളിൽ. സ്തോത്രം. മേഘങ്ങളിൽ. മധ്യാകാശമെന്ന് നമ്മൾ പ്രസംഗ ഭാഷയിൽ അല്ലെങ്കിൽ പാട്ടുഭാഷയിൽ പറയുന്നു. മിഡയർ എന്ന്. മധ്യാകാശത്തിൽ. ബൈബിൾ പ്രത്യേകിച്ച് തെസലോനിക്ക ലേഖനം പറയുന്നത് മേഘങ്ങളിൽ എന്നും ആകാശത്തിൽ എന്നുമാണ്. നമ്മൾ അതിനെ സാധാരണയായിട്ട് മിഡയർ എന്ന് പറയുന്നതേ ഉള്ളൂ. ഇനിയും മധ്യാകാശം എന്ന് പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ വാക്കങ്ങ് വിട്ടേരെ. കാരണം മഹോപദ്രവവാദികൾ പറയുന്നുണ്ട് മധ്യാകാശം എവിടെന്ന്, മധ്യവാനിലെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? ഇല്ലപ്പ, വിടുന്നു, നിങ്ങൾ പറയുന്നത് സമ്മതിക്കുന്നു. പക്ഷേ പൗലോസിന്റെ തെസലോനിക്ക ഭാഷ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നു. ആകാശങ്ങളിൽ അല്ലെങ്കിൽ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കും. അതിന് മേഘങ്ങളിൽ എടുക്കപ്പെടും. മേഘങ്ങളിൽ എടുക്കപ്പെടും. അത് തീർച്ചയായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേദപുസ്തക ഭാഷ തന്നെയാണ്. അപ്പോൾ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നു. ഇതിനെയാണ് 1 തെസലോനിക്കർ 4:16-17 2 തെസലോനിക്കർ 2:1 വാക്യവും തമ്മിൽ ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് ആദ്യം സംഭവിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വിശ്വാസത്യാഗവും അധർമ്മമൂർത്തി അഥവാ എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും സംഭവിക്കുന്നു. അതിനുശേഷം കർത്താവിന്റെ നാൾ വരുന്നു. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ?
സ്തോത്രം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് ആവർത്തിച്ചോട്ടെ. അതായത് വിശ്വാസത്യാഗവും അധർമ്മമൂർത്തി വെളിപ്പെടുന്നതും, വെളിപ്പാടെന്ന പദം അങ്ങ് ഒഴിവാക്കാൻ വേണ്ടി ഞാനങ്ങ് അല്പം നീട്ടി പറയുകയാണ്. അധർമ്മമൂർത്തി അഥവാ എതിർ ക്രിസ്തു വെളിപ്പെടുന്നതും വിശ്വാസത്യാഗം സംഭവിക്കുന്നതും എന്തിന്റെ അടയാളമാണ്? കർത്താവിന്റെ നാൾ വരുന്നതിന്റെ അടയാളമാണ്. ഓക്കെ, അപ്പോസ്റ്റസി ആൻഡ് ദ കമ്മിങ് ഓഫ് ദി ആന്റിക്രൈസ്റ്റ് are the signs of the day of the Lord. Not they are the signs, but not of the appearance of our Lord Jesus Christ and our meeting with the Lord. ഈ പഠനങ്ങളുടെ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ അടയാളങ്ങൾ ധാരാളം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. മത്തായി 24 തുടങ്ങിയുള്ള അധ്യായങ്ങളിൽ യേശു തന്നെ അതിൻ്റെ പല അടയാളങ്ങൾ നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ യേശു സഭയെ ചേർക്കുവാൻ വരുന്നതിൻ്റെതായ അടയാളങ്ങൾ എന്നും പറഞ്ഞ് നമുക്ക് ചിലതിലേക്ക് വിരൽ ചൂണ്ടുവാൻ ഇല്ലെന്ന് തന്നെ പറയണം. തീർച്ചയായും ചില സൂചനകളുണ്ട്. റോമർ 11 അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ ഇസ്രായേലിന്റെ ഭ്രംശം, ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞത് ജാതികളായ നമ്മെ അല്ലെങ്കിൽ ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കുന്നതിന് കാരണമായി. എങ്കിൽ ഇസ്രായേലിന്റെ യഥാസ്ഥാപനം, അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പ് എന്നല്ലാതെ എന്താകും? അങ്ങനെയുള്ള ചില സൂചനകൾ നമുക്ക് തീർച്ചയായും ഉണ്ട്. അതുകൊണ്ടാണ് സയൻസ് ഓഫ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ് എന്നും പറഞ്ഞ മറ്റൊരു ഭാഗം ഈ വിഷയത്തിൽ പഠിപ്പിക്കാറുമുള്ളത്. അവിടേക്കും ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു സഭയെ ചേർക്കുവാൻ വരുന്നതിന് പ്രത്യേക അടയാളമൊന്നും നോക്കിയിരിക്കരുത്. കിട്ടിയെന്ന് വരില്ല, വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റിൽ സമയം എഴുതിയിട്ടുണ്ട്. ഇനിയും ഒരു അനൗൺസ്മെന്റ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു വിളിച്ചു പറച്ചിൽ നടക്കട്ടെ, വിളിച്ചു പറയുന്നത് കേട്ടിട്ട് പോകാമെന്നും പറഞ്ഞ് വെയിറ്റ് റൂമിൽ കുത്തിയിരുന്നാൽ ചിലപ്പോൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. വണ്ടി വന്നിട്ട് ഏറ്റവും ഒടുവിൽ ഒരു എക്സ് ഒക്കെ എഴുതി ഒരു പച്ചക്കൊടിയും കാണിച്ചിട്ട് അവരങ്ങ് പോകും. സ്തോത്രം. യേശുക്രിസ്തു സഭയെ ചേർക്കുവാൻ വരുന്നത് മുൻ അടയാളങ്ങൾ തന്നിട്ടാണ് എന്നും പറഞ്ഞ് അടയാളം നോക്കി നാം ആരും ഇരിക്കരുത്. നനയാത്ത നാഴികയിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. നനയാത്ത നാഴികയിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്. അതുകൊണ്ട് അടയാളങ്ങൾ യേശുക്രിസ്തുവിന്റെ സഭയെ ചേർക്കുവാനുള്ള പ്രത്യക്ഷതയ്ക്ക് വേണ്ടി
പ്രത്യേകിച്ചുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കോണം. രണ്ടാമത്തെ കാര്യം, സ്തോത്രം, നാം ഇവിടെ കാണുന്നത് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയ്ക്കായിട്ടല്ല ദൈവസഭ കാത്തിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടാണ്. എന്ന് വെച്ചാൽ മഹോപദ്രവവാദികൾ പറയുന്നത് പോലെ സഭ മഹാപീഡനത്തിലൂടെ പോയതിന് ശേഷം യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് ശരിയെങ്കിൽ ഈ 2 തെസലോനിക്കർ 2:1 തെറ്റാകത്തില്ലേ? എന്താ അവിടെ പറയുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും അത് അക്ഷരം പ്രതി ശരിയാകണമെങ്കിൽ മഹാപീഡനത്തിന് മുമ്പ് യേശുക്രിസ്തു ആകാശമേഘങ്ങളിൽ വരുമ്പോൾ സഭ യേശുക്രിസ്തുവിങ്കിലേക്ക് എടുത്തുകൊള്ളപ്പെടേണ്ടതുണ്ട്. ഈ ഭാഗം മനസ്സിലായോ? ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതല്ല. ആവർത്തിക്കണോ? മഹാപീഡന ശേഷമാണ് സഭ എടുക്കപ്പെടുന്നതെങ്കിൽ എടുക്കപ്പെടിയിൽ എന്ന ഒരു പ്രയോഗം തന്നെ തെറ്റാകും. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. 2 പദങ്ങൾ, എടുക്കപ്പെടിയിലും ഉണ്ട്, കൂട്ടിച്ചേർക്കലും ഉണ്ടെന്ന്. There is a rapture as well as a collecting, a collection. സ്തോത്രം, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ് ഈ 2 പദങ്ങൾ. ഏതൊക്കെയാ? റാപ്ചർ, ഉൽപ്രാവണം അഥവാ എടുക്കപ്പെടിൽ. മറ്റൊന്ന് കൂട്ടിച്ചേർക്കൽ, കളക്ഷൻ, ഗാദറിങ്. അതിൽ എടുക്കപ്പെടിൽ അഥവാ റാപ്ചർ ആർക്ക് വേണ്ടി? ക്രിസ്തുവിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി. അതിനകത്ത് മരിച്ച വിശുദ്ധന്മാരും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും ഉൾപ്പെടും. 1 തെസലോനിക്കർ 4:16, 1 കൊരിന്ത്യർ 15:52 മുതൽക്കുള്ള വാക്യങ്ങൾ. ഓക്കെ. ഇൻ റാപ്ചർ 2 particular groups are included: the dead saints and the living saints. മരിച്ച വിശുദ്ധന്മാരും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും ഉൾപ്പെടുന്നതാണ് എടുക്കപ്പെടിയിൽ, ഉൽപ്രാവണം എന്നുള്ളത്. ഉൽപ്രാവണം എന്നുള്ളത്. എന്നാൽ a universal collection എന്നുള്ളതോ ജീവനോടിരിക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആവർത്തനമാണ് എങ്കിലും അന്ന് അത്ര ശ്രദ്ധിക്കാഞ്ഞവർക്ക് വേണ്ടി ഇന്ന് ആവർത്തിക്കുന്നു. അത് മനസ്സിലായല്ലോ? നമ്മൾ മത്തായി 24 നിന്ന് അന്നത് വായിച്ചും കേട്ടതായിരുന്നു. എന്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും? മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം.
മുമ്പോട്ട് പോകാമല്ലോ. If you could elaborate on that point, ജീവനോട് ഇരിക്കുന്ന യഹൂദന്മാർ. അത്ര കൂട്ടിച്ചേർക്കുന്നത് എവിടെട്ടാന്നൊന്ന് പറയണേ. ഒന്നാം ഭാഗമാണ് റാപ്ചർ, എടുക്കപ്പെടൽ. അതിന് വിശദീകരണം വേണ്ടല്ലോ? വേണ്ട. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിലും നമുക്കത് കാണാം. എബ്രായ ലേഖനം 9:28. ഓക്കെ, ഹീബ്രൂസ് 9:28, Philippians 3:20 and 21, and 1 Thessalonians chapter 4 verses 16 and 17. In all these places we see also 1 Corinthians 15:52 following. In all these places we see a rapture or being caught up. Okay, being caught up. എടുക്കപ്പെടിയിൽ അഥവാ ഉൽപ്രാപണം എന്ന വിഷയമാണ് ഈ പറഞ്ഞ എബ്രായർ 9:28, 1 കൊരിന്ത്യർ 15:52 മുതലുള്ള വാക്യങ്ങൾ, 1 തെസ്സലോനിക്കർ 4:16-17, ഫിലിപ്പിയർ 3:20-21 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ആ എടുക്കപ്പെടിയിൽ അതിൽ ആരൊക്കെ ഉൾപ്പെടും? ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും. അത് നമുക്ക് അറിവുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഭാഗമാണ് കൂട്ടിച്ചേർക്കൽ എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചിരുന്നു, എങ്കിലും ഒന്നും കൂടെ ആ വാക്യം വായിച്ചോളൂ. മത്തായി 24-ാമത്തെ അധ്യായം 29. 29 തൊട്ട് വായിച്ചു. 29-31. Immediately after the distress of those days, the sun will be darkened, and the moon will not give its light. The stars will fall from the sky, and the heavenly bodies will be shaken. At that time, the sign of the Son of Man will appear in the sky, and all the nations of the earth will mourn. They will see the Son of Man coming on the clouds of the sky with power and great glory. And he will send his angels with a loud trumpet call, and they will gather his elect from the four winds, from one end of the heavens to the other. Got it? When will it happen? എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? യേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ. അതിനു മുമ്പൊരു കാര്യം ഉണ്ടല്ലോ. വേഴ്സ് 29, 29-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? The sun will be darkened. No. അതിനു മുമ്പ്. After the distress of those days. Yes. After the distress of those days. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ, ആ കാലത്തിലെ കഷ്ടം എന്നുള്ളതാണ് മഹാപീഡനകാലം അഥവാ അക്കാലത്തെ കഷ്ടം. അത് കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. അതിനുശേഷം നടക്കുന്ന നമുക്കിവിടെ പ്രധാനപ്പെട്ടതായുള്ള കാര്യം എന്താ? കഷ്ടകാലം കഴിഞ്ഞിട്ട്, മഹാപീഡനകാലം കഴിഞ്ഞിട്ട്, മഹോപദ്രവകാലം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? 20-ാം വാക്യത്തിൽ കാണുന്നു, യേശു ക്രിസ്തു മഹാശക്തിയോടും മഹാ തേജസ്സോടും കൂടെ
ആകാശത്തിലെ മേഘങ്ങളിൽ വരും. വെളിപ്പാട് 1:7 വാക്യവും ഇത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, Revelation 1:7 is equal to this Matthew 24:30. ഓക്കെ, അപ്പോൾ എപ്പോഴാണിത്? ആ കാലത്തിലെ കഷ്ടം അല്ലെങ്കിൽ കഷ്ടകാലം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? യേശുക്രിസ്തു മഹാശക്തിയോടും തേജസ്സോടും കൂടെ ആകാശ മേഘങ്ങളെ വാഹനമാക്കി കൊണ്ടുവരും. ആകാശമേഘങ്ങളിൽ വരും. ഇത് രഹസ്യപരമാണോ? അല്ല, അല്ല. 20 വാക്യത്തിന്റെ തുടക്കത്തിൽ പറയുന്നു, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവിനെ കാണും. ഇത് രഹസ്യപരമല്ല, എല്ലാവർക്കും കാണത്തക്കതുപോലെ. ഭൂമിയിലുള്ള സകല ജാതികളും തിരിച്ചറിയത്തക്കതുപോലെ അന്ന് ജീവനോടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യക്ഷമാകുമാറാണ് ഇത് സംഭവിക്കുന്നത്. രഹസ്യമായിട്ടല്ല. അന്ന് സംഭവിക്കുന്ന അടുത്ത കാര്യമാണ് 31 വാക്യത്തിൽ പറഞ്ഞത്. ഇനിയും അതിനു മുമ്പ് ഒരു കാര്യം കൂടെ. ഈ 30 വാക്യത്തിൽ പറയുന്ന യേശുക്രിസ്തു മഹാശക്തിയോടും തേജസ്സോടും കൂടെ ഭൂമിയിലെ സകല ഗോത്രങ്ങളും കാണത്തക്കവണ്ണവും കാണുമ്പോൾ കരയത്തക്കവണ്ണം, പ്രലപിക്കത്തക്കവണ്ണം, നെഞ്ചത്തടിച്ച് മാറത്തടിച്ച് കരഞ്ഞ് വിലപിച്ച് മാനസാന്തരപ്പെടുകയോ കുറ്റമേറ്റു പറയുകയോ ഒക്കെ ചെയ്യത്തക്കവണ്ണം ഇറങ്ങി വരുന്നത് എവിടേക്കാണെന്ന് സഖരിയാവ് പ്രവചിച്ചിട്ടുണ്ട്. 14 വാക്യത്തിൽ ഉണ്ട്. അതാണ് അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ പഞ്ചമുറിവുകൾ കാണിച്ചുകൊണ്ടാണ്, കാണത്തക്കവണ്ണമാണ് ഈ പ്രത്യക്ഷത നടക്കുന്നത്. ഈ പ്രത്യക്ഷത അന്ന് സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് നാം 31 വാക്യത്തിൽ കാണുന്നത്. അന്ന് യേശു എന്തു ചെയ്യും? തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. ഈ ദൂതന്മാർ എന്തു ചെയ്യും? അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. കൂട്ടിച്ചേർക്കൽ, ഗാദറിംഗ് ഓഫ് ദ സെയിൻസ്, gathering of the chosen ones unto Christ, when Christ will appear publicly and visibly in great might and glory. As per Zechariah 14:4, that will happen to this earth on the Mount Olive. ഈ കൂട്ടിച്ചേർക്കൽ ആരാണ് ഇവരെ കൂട്ടിച്ചേർക്കുന്നത്? ദൂതന്മാരാണ്. എന്നാൽ സഭയെ എടുക്കുന്നതോ പരിശുദ്ധാത്മാവാണ്. സ്തോത്രം.
ഫിലിപ്പിയർ 3:21 നമുക്കറിയാം. യേശുക്രിസ്തു രക്ഷിതാവായി സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, ദൂതന്മാരെ കൊണ്ടല്ല, തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും കൂടെ പറയാം. സഭയുടെ ഉൽപ്രാവണത്തിന് എന്തൊക്കെയാണ് മുഖാന്തരങ്ങൾ? വാട്ട് ആർ ദ മീഡിയാസ് ഫോർ ദ റാപ്ചർ ഓർ ദി കോട്ട് അപ്പ് ഓഫ് ദി ചർച്ച്? സഭയുടെ ഉൽപ്രാവണത്തിന് സഹായകമാകുന്ന ദൈവിക മാധ്യമങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട 2 മാധ്യമങ്ങൾ പറയാമോ? ഒന്ന് പറഞ്ഞു കഴിഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നുള്ളത്. മറ്റൊന്നും കൂടെ പറയാമോ? യേശുക്രിസ്തുവിന്റെ ഭർത്താവുതാൻ ഗംഭീരനാദം. സ്തോത്രം. ആബ്സല്യൂട്ട്ലി. യേശുക്രിസ്തുവിന്റെ വാമൊഴി, ദ സ്പോക്കൺ വേർഡ് ഓഫ് ക്രൈസ്റ്റ്, അതിനെയാണ് കർത്താവിന്റെ ഗംഭീരനാദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ചെണ്ടയും മദ്ദളവും ഒന്നുമല്ല കർത്താവിന്റെ ഗംഭീരനാദം എന്ന് പറയുന്നത്. ദ ഷൗട്ട് ഓഫ് ദ ലോർഡ്. What would be the shout of the Lord? കർത്താവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ഗംഭീരനാദം എന്താണ്? സ്തോത്രം. ഇവിടെ കയറി വരുവീൻ. പ്രൈസ് ഗോഡ്. ഇനി എന്താണെന്ന് നമുക്ക് അറിയത്തില്ലായിരിക്കും. ഇവിടെ കയറി വരുവീൻ എന്ന് പറയുന്നതും ചിലരൊക്കെ ഇച്ചിരി പ്രയാസ. യോഹന്നാനോടാ പറഞ്ഞ, സഭയോടല്ലെന്നാ പറയുന്നത്. വേണ്ട, അവർക്ക് പ്രയാസമുള്ള അപ്പൊ അത് നമ്മൾ തൽക്കാലം വിട്ടുകളയുന്നു. എന്നാൽ യേശു പറഞ്ഞ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. യോഹന്നാൻ 5:25, ജോൺ 5:25. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. Praise the Lord. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. നമ്മൾ അപ്പനും അമ്മയൊക്കെയാ. നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ മക്കളോട് നമ്മൾ പതുക്കെ പറഞ്ഞാലും ഉറച്ചു പറഞ്ഞാലും പല സമയത്തും ഒരു ഗുണവും ഇല്ല. കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല, കേൾക്കത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക്, ശബ്ദത്തിന്, വചനത്തിന് ഉള്ള ഒരു പ്രത്യേകത, മരിച്ചവര് പോലും ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. സ്തോത്രം. അതിന് നല്ല ഉദാഹരണമാണല്ലോ യായിറോസിന്റെ മകളും നയീനിലെ വിധവയുടെ മകനും ഏറ്റവും ഒടുവിൽ മരിച്ച് അഴുകിത്തുടങ്ങിയ നാറ്റം വെച്ച ലാസർ. ലാസറേ പുറത്തു വരിക എന്ന് ഉച്ചത്തിൽ യേശു വിളിച്ചു. ഇതുപോലെ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കർത്താവിന്റെ വായിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെടും. അത് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്റെ പേര് വിളിച്ച് ലാസറിനെ പുറത്തു കൊണ്ടുവന്നത് പോലെ ലാസറിന് പകരം എന്റെ പേര് വിളിക്കുന്നതായിട്ട്. ബാബു അങ്കിളിന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വിളിക്കുന്നതായിട്ട്. ഡോക്ടർ സാജുവിന് അദ്ദേഹത്തിന്റെ പേരായിട്ടാ തോന്നുക. രാധാകൃഷ്ണൻ അങ്കിളിന് തന്റെ പേരായിട്ട്.
സുജയ്ക്ക്, സൗമ്യമാമയ്ക്ക്, ഷീബ സിസ്റ്ററിന്, ഞാൻ മുഖം കണ്ടവരുടെയൊക്കെ പേരെങ്കിൽ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇവരോട് ആരോടും പ്രത്യേക ഫേവർ ഉണ്ടായിട്ടല്ല, ഇവരുടെ മുഖം കണ്ടതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു നോക്കാം. ഇങ്ങനെ കർത്താവിന്റെ വായിൽ നിന്ന് ഗംഭീരമായ ഒരു നാദം മുഴങ്ങും. അത് ചിലപ്പോൾ ഇവിടെ കയറി വരിക എന്ന് തന്നെയായിരിക്കും. സ്തോത്രം. അത് ഞാൻ കേൾക്കുമ്പോൾ എന്നെ വിളിക്കുന്നതായി, നിങ്ങൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ നിങ്ങളെ വിളിക്കുന്നതായിട്ടാണ്. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആധികാരിക ശബ്ദത്തിന്റെ മുമ്പിൽ അറച്ചു നിൽക്കുവാനും അനുസരിക്കാതിരിക്കുവാനും ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. മരിച്ചവർ ആ ശബ്ദം കേട്ടുയർക്കുമെങ്കിൽ ഇല്ലാത്തത് ഉള്ളതുപോലെ ഉളവായി വരുമെങ്കിൽ, സ്തോത്രം, കർത്താവിന്റെ ഗംഭീരനാദം, ദൈവപുത്രന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, അതാണ് സഭയെ തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊള്ളുന്ന ഒരു മാധ്യമം. മറ്റേ മാധ്യമം പരിശുദ്ധാത്മാവ്. ഇത് ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. സംശയമില്ലല്ലോ ഇത്രയും കാര്യങ്ങളിൽ. പക്ഷേ കർത്താവിന്റെ പ്രത്യക്ഷതയും നമ്മുടെ സമാഗമനവും കഴിഞ്ഞിട്ടാണ് വിശ്വാസത്യാഗം നടക്കുന്നത്. അങ്ങനെ പറഞ്ഞ. അതെ അതെ, ഇതൊന്ന് തീർത്തോട്ടെ. അതിലേക്ക് വീണ്ടും നമുക്ക് വരാം. അപ്പോൾ ദൈവസഭയുടെ എടുക്കപ്പെടലിന് മുഖാന്തരമാകുന്ന രണ്ട് ദൈവീയ മാധ്യമങ്ങൾ, ഒന്ന് നമ്മുടെ കർത്താവിന്റെ ആധികാരികമായ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം, രണ്ട് പുനരുത്ഥാനത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ്. ഇവ രണ്ടിനാലുമാണ് സഭയെ തൻ്റെ അടുക്കലേക്ക് കർത്താവ് ചേർക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മത്തായി 24 29 മുതൽ 31 വരെ, വിശേഷിച്ച് 31-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, തൻ്റെ വൃതന്മാരെ തൻ്റെ അടുക്കൽ ചേർക്കുന്നതിന്റെ മാധ്യമം എന്താണ്? Angels and the loud trumpet. സ്തോത്രം. ഏഞ്ചൽസ്, ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. ദൂതന്മാരാണ് വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ ചേർക്കുന്നത്. ഇവിടെ ജീവനോടിരിക്കുന്ന വൃതന്മാർ, പ്രത്യേകിച്ച് അവിടെ പറയുന്ന വൃതന്മാർ, ഇംഗ്ലീഷിൽ എനിക്കൊന്ന് ചോസൺ വൺസ് എന്നാ കൊടുത്തേക്കുന്നത് അല്ലേ? ഇലക്റ്റഡ്, സെയിം, ഇലക്റ്റഡ്, ചോസൺ വൺസ്. അത് യഹൂദന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രയോഗമാണ്. ബ്രദന്മാർ, ജീവനോടിരിക്കുന്ന മഹാപീഡനത്തിലൂടെ കടന്നുപോയിട്ടുള്ള യഹൂദന്മാർ. ചിലർ ഒളിച്ചിരിക്കുന്നു, പ്രാണഭയത്തിൽ അവിടെയും ഇവിടെയും ചിതറിപ്പോയിരിക്കുന്നു. നമുക്കറിയാം 1948 ഇന്നത്തെ യഹൂദ രാഷ്ട്രം അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ ലഭിച്ചു. യഹൂദന്റെ യഥാസ്ഥാപനം 1948 സംഭവിച്ചു. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, once again they will be scattered into all the winds of the earth. ഭൂമിയിലെ സകല ദിക്കുകളിലേക്കും യഹൂദന്മാർ ഇനി ഒരിക്കൽ കൂടെ ചിതറിക്കപ്പെടും. പ്രാണരക്ഷാർത്ഥം അവർ ചിതറി ഓടുന്ന ഒരു സമയവും കൂടെ ഉണ്ട്.
അങ്ങനെ ഇരിക്കുന്നിടത്തു നിന്നുമാണ് യേശു ഒലിവുമലയിൽ പ്രത്യക്ഷനാകുമ്പോൾ തൻ്റെ ദൂതന്മാരെ അയച്ച് ഇവരെ എല്ലാവരെയും തൻ്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളുന്നത്. ഇനി മഹാപീഠന കാലത്താണോ പക്ഷെ വീണ്ടും അവർ ചിതറിപ്പോകുന്നത്? അതെ, അതിനു മുമ്പുമുണ്ട് ചില യുദ്ധങ്ങൾ, എന്നാൽ അന്തിമമായിട്ടുള്ളത് മഹാപീഠന കാലത്തായിരിക്കും. അന്ന് യഹൂദന്മാരല്ലാത്ത ജാതികളും ഈ മഹാപീഠനമൊക്കെ കാണുമ്പം ദൈവത്തിൽ വിശ്വസിക്കത്തില്ലയോ? ഉണ്ടല്ലോ, അതിനെയാണല്ലോ 7-ാം അധ്യായത്തിൽ വെളിപ്പാട് 7-ൽ പറയുന്നത്, എണ്ണമറ്റൊരു പുരുഷാരം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്നത് യഹൂദനെ സംബന്ധിച്ചാണ്. അപ്പോൾ അവരെ കൂട്ടിച്ചേർക്കുകയാണ്, അവരെ എടുത്തുകൊള്ളുകയല്ല, അവരെ കൂട്ടിച്ചേർക്കുകയാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മഹാപീഡനത്തിന്റെ, യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞതിന് ശേഷം കർത്താവ് ഇവരെ തൻ്റെ അടുക്കലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവോ കർത്താവിന്റെ വായിൻ വചനമോ അല്ല, ദൂതന്മാരെ അയച്ചാണ് കൂട്ടിച്ചേർക്കുന്നത്. ഇവിടെ തന്നെ മറ്റൊരു വിഷയം നമുക്ക് പരിഗണിക്കുവാനുണ്ട്, മഹാകാഹളധ്വനി എന്നുള്ളത്. അന്തിമ കാഹളവും ദൂതന്മാരും മീട്ടുന്ന കാഹളവും ഇതെല്ലാം ഒന്നാണോ രണ്ടാണോ വ്യത്യസ്തമാണോ എന്നുള്ളതുമുണ്ട്. ഇത് വെച്ചും അടുത്ത ചില വാദങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ദൈവം അനുവദിച്ചാൽ. അപ്പോൾ ഇതാണ് പറഞ്ഞത്, എടുക്കപ്പടിയിലും കൂട്ടിച്ചേർക്കപ്പടിയിലും രണ്ടും രണ്ടാണ്. യേശു മഹാപീഡനം കഴിഞ്ഞാണ് വരുന്നത്. അന്നേ സഭയും എടുക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ അന്നേ സഭയും ക്രിസ്തുവിന്റെ അടുക്കൽ ചേർക്കപ്പെടുകയുള്ളൂ എങ്കിൽ 1 തെസലോനിക്കർ 4:16 പൂർണ്ണമാകില്ല. എടുക്കപ്പടിയിൽ സഭയ്ക്ക് സംഭവിക്കത്തില്ല, കൂട്ടിച്ചേർക്കപ്പടിയിലേ സംഭവിക്കൂ. എന്നാൽ ബൈബിൾ വ്യക്തമാക്കുന്നു, സഭയ്ക്ക് ഒരു എടുക്കപ്പടിയിലുണ്ട്. അത് ദൂതന്മാരെ വിട്ടല്ല, ക്രിസ്തു നേരിട്ടാണ് ചെയ്യുന്നത്. അതിന് മാധ്യമം വചനവും പരിശുദ്ധാത്മാവുമാണ്. എന്നാൽ ഇവിടെ യഹൂദ സഭയെ കൂട്ടിച്ചേർക്കുന്നത് ദൂതന്മാരുടെ സഹായത്താലാണ്, ദൂതന്മാരെയാണ് അയക്കുന്നത്. ഈ ഒരു സംഗതിയും സഭ മഹാപീഡനം തെറ്റി ഒഴിയുമെന്നും 2 തെസലോനിക്കർ 2-ൽ പറയുന്നത് മഹാപീഡനവാദികളുടെ വാദങ്ങൾക്കനുസരിച്ചല്ലെന്നും വ്യക്തമാക്കുന്നു. ഇത് രണ്ടും വ്യക്തമായോ? എടുത്തുകൊള്ളപ്പടിയിലും കൂട്ടിച്ചേർക്കപ്പടിയിലും മനസ്സിലായി, മനസ്സിലായി. സ്തോത്രം. ഓക്കെ, ജോണച്ചൻ ചോദിച്ച ചോദ്യമുണ്ട്. ആ കാര്യങ്ങൾ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. സ്തോത്രം. ഇന്ന് സമയം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ നിർത്തട്ടെ. എങ്കിൽ പ്രിയരെ, നാം കാത്തിരിക്കുന്നത് കർത്താവിന്റെ ഗംഭീരനാദത്തിന് വേണ്ടിയാണ്. സ്തോത്രം. കർത്താവിന്റെ നാൾ എന്നതിന് വേണ്ടിയല്ല. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനത്തിനായിട്ടും നനയാത്ത നാഴികയിലാണ് മനുഷ്യപുത്രൻ വരുന്നത് എന്നതുകൊണ്ട് നാം ഒരുങ്ങിയിരിപ്പീൻ. സ്തോത്രം. മത്തായി 24-ന്റെ അവസാന വാക്യങ്ങളിൽ, അതിന്റെ 43 മുതൽക്കുള്ള വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും സംഭവിക്കാവുന്ന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയ്ക്കായി ഒരുങ്ങാം. കർത്താവിങ്കിലേക്കുള്ള
നമ്മുടെ സമാഗമനത്തിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങൾ അതിന് മുഖാന്തരങ്ങളാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.